വിശുദ്ധ വേദപുസ്തകത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷകൾ ആരംഭിക്കുന്നതിന് മുമ്പ് യേശു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുന്ന ഒരു പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് ഫിലിപ്പോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ യേശു കണ്ടുമുട്ടുന്നത്. അവനെ യേശു തൻ്റെ ശിഷ്യനായി കൂടെ കൂട്ടുകയാണ്. ഫിലിപ്പോസ് യേശുവിൻ്റെ ശിഷ്യനായപ്പോൾ ഫിലിപ്പോസിനൊരു ആഗ്രഹമുണ്ട്. അവൻ്റെ സ്നേഹിതനായ നഥനയേലിനെയും കൂടെ യേശുവിൻ്റെ കൂടെ കൂട്ടണം എന്നൊരാഗ്രഹമുണ്ടായിട്ട് ഫിലിപ്പോസ് യേശുവിനെ കണ്ട വിവരം നഥനയേലിൻ്റെ അടുക്കൽ വന്ന് പറയുകയാണ്. നഥനയേലിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുകയാണ്, ഞാൻ യേശുവിനെ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുകയാണ്, നീയും അവൻ്റെ അടുക്കൽ വരുന്നത് കൊള്ളാം, നന്നായിരിക്കും എന്നൊക്കെ നഥനയേലിനോട് വന്ന് പറയുകയാണ്. അന്നേരം നഥനയേൽ ഫിലിപ്പോസ് തൻ്റെ സ്നേഹിതനായ ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്, നസ്രത്ത് നിന്ന് വല്ല നന്മയും വരുമോ? ഈ നീ കണ്ടെത്തിയിരിക്കുന്ന ക്രിസ്തു നസ്രത്തുകാരനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ നസ്രത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? നഥനയേൽ അങ്ങനെ ചോദിക്കാനുള്ള കാരണം എന്താണ്? മലാക്കി പ്രവാചകന് ശേഷം യോഹന്നാൻ സ്നാപകൻ്റെ കാലം വരെ ഒരു നിശബ്ദതയുടെ കാലഘട്ടമാണ്. ബൈബിൾ അതിനെ ഇൻ്റർടെസ്റ്റമെൻ്റൽ പീരീഡ്, ഇരുണ്ട കാലഘട്ടം എന്നൊക്കെ വിളിക്കുകയാണ്. ഏതാണ്ട് 400 കൊല്ലം നീണ്ടു നിൽക്കുന്ന ഈ ഇരുണ്ട കാലത്തിനിടയിൽ ഒരുപാട് പേർ ഇസ്രായേലിനെ ഉദ്ധരിക്കാനായിട്ട് കടന്നു വന്നു. ഒരുപാട് പേർ ആ കാലത്തിൽ വിമോചനം പ്രഖ്യാപിച്ചുകൊണ്ട് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നു. പലരും വിമോചനം പ്രഖ്യാപിച്ചുകൊണ്ട് വന്നെങ്കിൽ പോലും അവർക്ക് യഥാർത്ഥത്തിൽ ജനത്തെ വിമോചനത്തിലോട്ട് നടത്താനായിട്ട് കഴിഞ്ഞില്ല. അതിൽ പല കൂട്ടരുണ്ട്. പരീശന്മാരുണ്ട്, സാധുക്യരുണ്ട്, കടാരക്കാരുണ്ട്, മക്കാബിയരുണ്ട്. ഇങ്ങനെ പല പല വിഭാഗക്കാർ ഈ 400 കൊല്ലത്തിനിടയിൽ ഇസ്രായേലിൻ്റെ പരിസര പ്രദേശങ്ങളിൽ ഉദയം ചെയ്യുവാനായിട്ട് ഇടയായിരുന്നു. പക്ഷേ ഇവർക്കാർക്കും തന്നെ യഥാർത്ഥ വിമോചനത്തിലോട്ട് നടത്താനായിട്ട് കഴിഞ്ഞില്ല. അങ്ങനെ ഏത് വിമോചകൻ വരും, ആര് വിടുവിക്കും എന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന സമയത്താണ് ഫിലിപ്പോസ് നഥനയേലിൻ്റെ അടുക്കൽ വന്നിട്ട് പറയുന്നത്, ഇങ്ങനെ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ട്, നീ ഒന്ന് വരുന്നത് നന്നായിരിക്കും. അന്നേരം ഓൾറെഡി 400 കൊല്ലം കൊണ്ട് പലരെയും കണ്ടു മടുത്ത നഥനയേൽ ഫിലിപ്പോസിനോട് ചോദിക്കുകയാണ്, പലരെയും ഞാൻ കണ്ടുമടുത്തു, പലരും ഇന്ന് വിടുവിക്കാം, നാളെ വിടുവിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ് പലരും മുന്നോട്ട് വന്നു. ഈ വന്ന കക്ഷിയിലെങ്കിലും ഒരു നന്മയുണ്ടാകുമോ എന്നാണ് നഥനയേൽ ആ ചോദിക്കുന്നതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ. ജീവിതത്തിൽ പലയിടങ്ങളിലും പോയിട്ട് ഒരു ദൈവിക വിടുതൽ കിട്ടാതെ, പലരുടെ അടുക്കിലേക്കും പോയിട്ട് ഒരു ആശ്രയം ഇല്ലാതെ, ഇന്നും അതേ പ്രശ്നങ്ങളിൽ തുടരുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, നഥനയേലിനെ പോലെ നിങ്ങൾക്കും ഒരു ചോദ്യം ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വന്ന് കാണുക. തീർച്ചയായിട്ടും ഈ കർത്താവിൻ്റെ സ്നേഹം എന്താണെന്ന്, ഈ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന്, ഈ യേശുവിന് നൽകുന്ന വിടുതൽ എന്താണെന്ന്, കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മ എന്താണെന്ന് ആരാനും പറഞ്ഞിട്ടല്ല, വല്ലവരും പറയുന്ന വാക്ക് കേട്ടിട്ടല്ല, വന്നു കാണുക സഹോദരങ്ങളെ. നിശ്ചയമായിട്ടും ഈ കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. നിങ്ങളുടെ ജീവിതത്തിൽ അവൻ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞ വിമോചനത്തിൻ്റെ കഥ കേട്ടിട്ട് ഇന്നാര് വിടുവിക്കുമെന്ന് പറഞ്ഞ് അവരുടെ അടുക്കൽ പോയത് എടുത്ത്, ഈ വ്യക്തി എനിക്ക് സഹായം നൽകുമെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഓടിയത്, ഇങ്ങനെ പലയിടത്തും ഓടിത്തിരിഞ്ഞ് എങ്ങും നിന്നും ഒരു പ്രതീക്ഷയും ഒരു ആശയും കിട്ടാതെ, ഒരു ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്ക് ഒരു ക്രമം വരാതെ ഇരിക്കുന്ന ആരെങ്കിലും ഈ ദൈവവചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വന്ന് കാണുക. ഈ കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന്, ഈ ദൈവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് പ്രവർത്തിക്കുമെന്ന്, ഈ യേശുവിനെ നിങ്ങൾ വിശ്വസിക്കുന്ന വഴി നിങ്ങൾക്ക് എന്ത് നന്മയുണ്ടാകുമെന്ന് നിങ്ങൾ വന്ന് കാണുക. യേശുവിൻ്റെ അടുക്കിലേക്ക് നഥനയേൽ വരാൻ വന്നപ്പോൾ യേശു അവനോട് നോക്കി, ആ മനുഷ്യനെ നോക്കി പറയുന്നു, നീ സാക്ഷാൽ ഇസ്രായേലിയനാണ്. യേശുവിനെ സംശയിച്ചാൽ ഇവനിൽ നിന്ന് വല്ലതും കിട്ടുമോ എന്ന് പറഞ്ഞ് സംശയിച്ചുകൊണ്ടാണ് നഥനയേൽ യേശുവിൻ്റെ അടുക്കൽ വരുന്നത്. എന്നിട്ടും ആ മനുഷ്യനെ നോക്കി യേശു പറയുന്നു, നീ സാക്ഷാൽ ഇസ്രായേലിയനാണ്. കാര്യം എന്താണ്? പലരും വിമോചനത്തിന് വേണ്ടിയിട്ട് തെരിക്കോണുകളിൽ ഇറങ്ങി നിന്ന് ശബ്ദമുണ്ടാക്കുമ്പോൾ നീ മാത്രം അത്തിയുടെ ചുവട്ടിലിരുന്ന് ന്യായപ്രമാണത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് വായിച്ച് മശിഹായുടെ യഥാർത്ഥ വരവിന് വേണ്ടിയിട്ട് നീ കാത്തിരിക്കുന്നവനായിരുന്നു. നീ അത്തിയുടെ ചുവട്ടിലിരിക്കുമ്പോഴേ ഞാൻ നിന്നെ കണ്ടു. അന്നത്തെ കാലഘട്ടത്തിൽ പലരും വിമോചനത്തിന് വേണ്ടിയിട്ട് തെരുവുകളിൽ ഇറങ്ങി യുദ്ധം ചെയ്യുമ്പോൾ യഥാർത്ഥ യഹൂദന്മാർ മാത്രം, ഭക്തിയുള്ള യഹൂദന്മാർ മാത്രം അവരുടെ വീണ്ടെടുപ്പുകാരനായ മശിഹായ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയും അവനെക്കുറിച്ച് പ്രമാണങ്ങളിൽ എഴുതിയിരിക്കുന്നത് അത്തിയുടെ ചുവടുകളിൽ പോയിരുന്ന് വായിച്ച് ധ്യാനിക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നല്ല വിശുദ്ധിയിൽ ജീവിക്കുന്ന യഹൂദന്മാരുടെ ഒരു ലക്ഷണമായിരുന്നു. യേശു അവനെ നോക്കിയിട്ട് പറയുന്നു, നീ സാക്ഷാൽ ഇസ്രായേലിയനാണ്, നീ യഥാർത്ഥത്തിൽ വിമോചനം കൊതിക്കുന്നവനാണ്. ആരെന്നെ വിടുവിക്കുമെന്ന് പറഞ്ഞ് ആ വിടുവിക്കുന്നവനെ മാത്രം നോക്കിയിരിക്കുന്നവനാണ് നീ അത്തിയുടെ ചുവട്ടിലിരിക്കുമ്പോഴേ ഞാൻ നിന്നെ കണ്ടതാണ്. ഇവൻ യേശുവിൻ്റെ അടുക്കൽ വന്നത് നിമിത്തം ഇവൻ എന്താണ് ആ നന്മ പ്രാപിക്കാനായിട്ട് കഴിഞ്ഞത്? അവൻ്റെ ജീവിതത്തിൽ ഒരുപാട് നന്മകൾ പിന്നീട് കിട്ടിയിട്ടുണ്ടെങ്കിലും
അവൻ്റെ ജീവിതത്തിൽ തുടക്കത്തിൽ എന്നതുപോലെ, ഒരു ഫസ്റ്റ് എൻട്രി എന്നതുപോലെ യേശു അവൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുകയാണ്. അത് അവൻ്റെ ജീവിതത്തിൽ ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ അവൻ്റെ നാട്ടിൽ പോയി കർത്താവ് അത് ചെയ്തു എന്ന് വേണം പറയാനായിട്ട്. നദനയേൽ, യോഹന്നാൻ സുവിശേഷം 21:2 ആ വാക്യമനുസരിച്ച് നദനയേൽ കാനാവിലെ ഗലീലയിലെ കാനാവിലുള്ള ആളാണ് നദനയേൽ. അദ്ദേഹത്തിൻ്റെ ഹോം ടൗൺ, അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്ഥലം എന്ന് പറയുന്നത് കാനാവാണ്. ഈ കാനാവിലാണ് യേശു തൻ്റെ ആദ്യത്തെ അത്ഭുതത്തെ വെളിപ്പെടുത്തുന്നത്. യോഹന്നാൻ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ കാനാവിലെ ഒരു കല്യാണ വീട്ടിൽ 3-ാമത്തെ ദിവസം യേശു അങ്ങോട്ട് ചെന്ന് അവിടെയുള്ള കൽപ്പാത്രങ്ങളിൽ വെള്ളം കോരി നിറച്ച് അതിനെ വീഞ്ഞാക്കി അവിടെയുള്ള ജനത്തെ തൃപ്തിപ്പെടുത്തുകയാണ്. ഞാൻ അവൻ്റെ അടുക്കൽ വന്നാൽ എനിക്ക് എന്ത് കിട്ടും? ആ നസ്രത്തുകാരിൽ നിന്ന് വല്ല നന്മയും കിട്ടുമോ എന്ന് ചോദിച്ചവൻ്റെ നാട്ടിൽ ചെന്ന് അവൻ കാണുക യേശു അവൻ്റെ കണ്ണിന് മുമ്പിൽ ഒരു അത്ഭുതം ചെയ്യുകയാണ്. ഇന്നും യേശുവിൻ്റെ അടുക്കൽ വന്നാൽ എന്ത് ലഭിക്കുമെന്ന് ചോദിച്ച് നിൽക്കുന്നവരുടെ നടുവിൽ നിങ്ങൾക്ക് ആശ്ചര്യം ജനിപ്പിക്കുമാറ്, നിങ്ങൾക്ക് അതിശയമുണ്ടാകുമാറ്, നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമാറ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യും. ഈ യേശു എന്ത് ചെയ്യുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയത്തില്ല. ഈ യേശു നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് അവൻ്റെ സ്നേഹിതനായ ഫിലിപ്പോസ് അവനോട് പറഞ്ഞത്, വന്ന് കാണുക. ഞാൻ പറയുന്നതിനേക്കാൾ മെച്ചം നീ വന്ന് കാണുന്നതല്ലേ നദനയേലേ? ഞാൻ നിന്നോട് വിവരിക്കുന്നതിനേക്കാൾ നല്ലത് നീ വന്ന് കാണുന്നതല്ലേ? ഇന്ന് രാവിലെ ദൈവവചനം സംസാരിക്കുന്ന ഞാൻ നിങ്ങളോട് പറയുന്നതിനേക്കാൾ ഏറ്റവും മെച്ചമായ വഴി ഈ യേശുവിങ്കിലേക്ക് വന്ന് കണ്ട് ചില ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതല്ലേ? യേശു എനിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്ന് ആരാനും ഇന്ന് രാവിലെയും ചോദിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു ദൈവദാസൻ എന്നുള്ള നിലവാരത്തിൽ, നിങ്ങളുടെ സഹോദരൻ എന്നുള്ള നിലവാരത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, വന്ന് കാണുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണാൽ കാണാനായിട്ട് കഴിയും. യേശു നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയായിരിക്കുന്നു എന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തൊട്ടറിയാനായിട്ട് കഴിയും. സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നു, അവൻ നല്ലവനെന്ന് രുചിച്ചറിവിൻ. തീർച്ചയായിട്ടും ആ കർത്താവിനെ ഒന്ന് രുചിച്ചറിയാൻ ഞാൻ നിങ്ങളെ ഈ ദൈവവചനം മുന്നിൽ വെച്ച് ക്ഷണിക്കുകയാണ്.